ഐ നെവർ വെൻറ്റ് ടു ഫിലിം സ്കൂൾ, ഐ വെൻറ്റ് ടു ഫിലിംസ്. ടൊറൻറ്റിനോയുടെ വാക്കുകളാണ്. നാളെ മെയ് 1 ഒരുപാട് സിനിമകൾ റിലീസിനായി എത്തുന്നുണ്ട്. അതിലാദ്യം തന്നെ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന സൂര്യ നായകനായി എത്തുന്ന റെട്രോയാണ്. ഈ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് മുതലേ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് റെട്രോ. ഈ സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ആ ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് ആണെങ്കിലും സ്റ്റൈലിംഗ് ഒക്കെ ആണെങ്കിലും റെട്രോ മൂഡിലാണ് പോയിരിക്കുന്നത്. ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് പ്രവീൺ രാജയാണ്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം മ്യൂസിക്കാണ്. സന്തോഷ് നാരായണനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ട്രെയിലർ കട്ട്സ് ചെയ്തിരിക്കുന്നത് അൽഫോൻസ് പുത്രനാണ്. പൂജ ഹെഗ്ഡെയാണ് ഇതിൽ നായികയായിട്ട് എത്തുന്നത്. അതുപോലെ ജയറാം, ജോജു ജോർജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിൽ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. ഒരു ആക്ഷൻ ഗാങ്സ്റ്റർ സിനിമയാണ് റെട്രോ. അടുത്ത സിനിമ മലയാളത്തിൽ ആസിഫ് അലി നായകനായെത്തുന്ന ആഭ്യന്തര കുറ്റവാളിയാണ്. സേതുനാഥ് പത്മകുമാറാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അതുപോലെ പൊറിഞ്ചു പറയും ജോസ് പോലുള്ള സിനിമകൾ സിനിമാറ്റോഗ്രാഫി ചെയ്ത അജയ് ഡേവിഡ് കച്ചാപ്പിള്ളിയാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസിനെതിരെയുള്ള നിയമം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാനുള്ളതല്ല എന്ന് ആസിഫ് അലി ഇതിൽ പറയുന്നുണ്ട്. സോ ഒരു ഫാമിലി ഡ്രാമ ജോണറിലാണ് ഈ സിനിമ വരുന്നത്. തെലുങ്കിൽ നിന്നും നാനി നായകനായെത്തുന്ന ഹിറ്റ് ദ തേർഡ് കേസ് എന്ന സിനിമയും മെയ് 1 തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. ഹിറ്റ് ഫ്രാഞ്ചൈസിയിലെ 1-2 സിനിമകളെക്കാളും കൊമേഴ്ഷ്യൽ എലമെൻസും സിനിമാറ്റിക് എക്സ്പീരിയൻസും പ്രേക്ഷകർക്ക് ഈ സിനിമ നൽകുമെന്ന് നാനി ഈ സിനിമയുടെ പ്രൊമോഷൻസിനിടയിൽ പറയുകയുണ്ടായി. അടുത്തത് ബോളിവുഡിൽ നിന്നും റെയ്ഡ് ഫസ്റ്റിൻ്റെ സക്സസിന് ശേഷം അജയ് ദേവ്ഗൺ നായകനായെത്തുന്ന റെയ്ഡ് 2 ആണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിലാണ് ഈ സിനിമ പോകുന്നത്. സോ മെയ് 1 റെട്രോ, ആഭ്യന്തര കുറ്റവാളി, ഹിറ്റ്, റെയ്ഡ് 2 എന്നീ സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമകൾ വാച്ച് ചെയ്യുക.